ഹലോ ഫ്രണ്ട്സ്, ബിറ്റി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മുടി നല്ലപോലെ വേഗത്തിൽ തന്നെ തിക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെയുള്ള പ്രശ്നമാണ്, മുടി കെട്ടി വെക്കുന്ന ഭാഗത്തൊക്കെ നല്ലപോലെ തിക്നെസ് കാണും, അടിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് തിക്നെസ് എല്ലാം കുറഞ്ഞും വാല് പോലെ കിടക്കുന്ന ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളൊരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരുപാട് ഹെയർ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് യൂസ്ഫുള്ളാണ്, അത്രയ്ക്കും റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സിമ്പിൾ ഹെയർ പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം മുടി നല്ലപോലെ തിക്കാവാൻ വേണ്ടിയിട്ടാണ്. പുതിയ മുടി ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്ലാക്സ് സീഡ്. അതുപോലെ തന്നെ മുടി നല്ലതായിട്ട് തിക്കാവാനും നല്ല ഷൈനി ആയിട്ട്, മുടി കെട്ടിവെച്ചാൽ ഇരിക്കത്തില്ല, അത്രയധികം സോഫ്റ്റും ഷൈനി ആവാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്ലാക്സ് സീഡ്. അതിപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ഒരു ഹെയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിവെച്ചാൽ പോലും ഇരിക്കത്തില്ല, അത്രയ്ക്കും സിൽക്കി ആയിട്ടാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഹെയറുകാരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത് ഉലുവയാണ്. അപ്പോൾ ഉലുവ എല്ലാവർക്കും അറിയാവുന്നതാണ്, മുടി പൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് വേറെയില്ല. അതിൻ്റെ കൂടെ തന്നെ മുടി നല്ലപോലെ ലോങ് ആവാനും നല്ല തിക്കാവാനായിട്ടും താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും വരാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഉലുവ. അപ്പോൾ അതും ഒരു 2 ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം. അത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് അരിയാണ്. അപ്പോൾ അരി നിങ്ങൾക്ക് ഏതൊരു അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചരി ഒഴിച്ച് വേറെന്തൊരു അരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അരിയും 2 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നമ്മുടെ ഹെയർ പെട്ടെന്ന് തന്നെ ലോങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ മുടി നല്ലതായിട്ട് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും നല്ല കണ്ടീഷനായിട്ട് കിടക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരി. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് ഈക്വലായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലിട്ട് തിളപ്പിച്ചാണ് ഈ ഒരു ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവിൽ ഈ ഒരു ഹെയർ പാക്ക് വേണം അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതുപോലെ വെള്ളത്തിൻ്റെ അളവും കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ച സെയിം അളവിലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 കപ്പ് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കറക്റ്റ് ഹെയർ പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ കഴുകിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളും നല്ലപോലെ കഴുകിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം ഞാൻ ഈ ഒരു ചൂടുള്ള സമയത്ത് തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, തിക്കൊന്നും ആയിട്ടില്ല, നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടുള്ള സമയത്താണ്. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഹെയർ പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹെയർ എല്ലാം നല്ലപോലെ ചീകിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ഫുള്ളായിട്ട് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴുകിക്കളയുന്നത്. അപ്പോൾ അത് നോർമൽ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയാം. അപ്പോൾ കഴുകുന്ന സമയത്ത് ഷാമ്പൂവിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം നമ്മുടെ ഹെയറിൽ യാതൊരു വിധത്തിലുള്ള മണമോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ പറ്റിപ്പിടിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള വെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാം. പനിയൊക്കെ വരുന്നവരാണെങ്കിൽ അവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവർക്ക് ഇത് ഡെയിലി ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഹെയർ പാക്കോ അല്ലെങ്കിൽ സിറമോ ഹെയർ ഓയിലോ
അതല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിൻ്റെ വീഡിയോസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ ലോസിൻ്റെയോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ഹെയർ കെയറും സ്കിൻ കെയർ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടെ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.